ശൂന്യതയുടെ വിശാലമായ വിസ്തൃതിയിൽ നിന്ന് അനന്തമായ സാന്ദ്രതയുടെയും താപനിലയുടെയും ഒരു ഏകത്വം ഉയർന്നുവന്നു. ഇന്ന് നമുക്കറിയാവുന്ന എല്ലാറ്റിൻ്റെയും തുടക്കം ഇതായിരുന്നു. മഹാവിസ്ഫോടനം. ഒരു സെക്കൻഡിന്റെ അംശം കൊണ്ട് പ്രപഞ്ചം അതിവേഗം വികസിച്ചു. നമ്മൾ മനസ്സിലാക്കുന്നതുപോലെ സ്ഥലവും സമയവും സൃഷ്ടിച്ചു. പ്രപഞ്ചം തണുത്തുറഞ്ഞപ്പോൾ കണികകൾ രൂപപ്പെട്ടു. ഒടുവിൽ ഒന്നിച്ചു ചേർന്ന് ആദ്യത്തെ ആറ്റങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. ശതകോടിക്കണക്കിന് വർഷങ്ങളായി ഗുരുത്വാകർഷണം ഈ ആറ്റങ്ങളെ ഒന്നിച്ചു ചേർത്തു. നക്ഷത്രങ്ങളും ഗാലക്സികളും രൂപപ്പെട്ടു. ഈ പ്രാപഞ്ചിക ഘടനകൾക്കുള്ളിൽ നക്ഷത്രങ്ങളുടെ ഉജ്ജ്വലമായ കാമ്പുകളിൽ മൂലകങ്ങൾ കെട്ടിച്ചമച്ചു. ജീവന്റെ നിർമ്മാണ ഘടകങ്ങളുമായി പ്രപഞ്ചത്തെ വിതച്ചു. ഒരു ശരാശരി നക്ഷത്രത്തെ ചുറ്റുന്ന ഒരു ചെറിയ നീലഗ്രഹത്തിൽ ജീവൻ പിടിമുറുക്കാൻ തുടങ്ങി. പരിണാമ പ്രക്രിയയിലൂടെ ലളിതമായ ജീവികൾ സങ്കീർണമായ ജീവിത രൂപങ്ങളായി പരിണമിച്ചു, അവയുടെ ചുറ്റുപാടുകളുമായി പൊരുത്തപ്പെടുകയും ഇന്ന് നാം കാണുന്ന എണ്ണമറ്റ സ്പീഷീസുകളിലേക്ക് വൈവിധ്യവത്കരിക്കുകയും ചെയ്തു. എന്നാൽ കഥ അവിടെ അവസാനിക്കുന്നില്ല. ജിജ്ഞാസയ്ക്കും പര്യവേക്ഷണത്തിനുമുള്ള കഴിവ് കൊണ്ട് മനുഷ്യർ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളുടെ ചുരുളച്ചു. ശാസ്ത്ര സാങ്കേതിക വിദ്യയിലൂടെ നമ്മുടെ അസ്തിത്വത്തിന്റെ ഉദ്ഭവത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ നേടിക്കൊണ്ട് മഹാവിസ്ഫോടനത്തിന്റെ നിമിഷത്തിലേക്ക് പ്രപഞ്ചത്തിന്റെ പരിണാമം മഹത്വത്തിന്റെയും അത്ഭുതത്തിന്റെയും കഥയാണ്. നാം വസിക്കുന്ന ലോകത്തെ രൂപപ്പെടുത്തിയ കണങ്ങളുടെയും ശക്തികളുടെയും ഒരു കോസ്മിക് നൃത്തമാണ്. ആകാശത്തിലെ നക്ഷത്രങ്ങൾ വരെ നിരന്തരമായ മാറ്റത്തിന്റെയും പൊരുത്തപ്പെടുത്തലിന്റെയും ഒന്നാണ് ഇത്. പ്രപഞ്ചത്തിന്റെ സൗന്ദര്യത്തിന്റെയും സങ്കീർണതയുടെയും തെളിവാണ്. പര്യവേക്ഷണം ചെയ്യുകയും തള്ളുകയും ചെയ്യുന്നത് തുടരുമ്പോൾ അസ്തിത്വത്തിന്റെ വിശാലമായ ടേപ്സ്ട്രിയിൽ നമ്മുടെ സ്ഥാനം ഓർമ്മിപ്പിക്കപ്പെടുന്നു. മഹാവിസ്ഫോടന സിദ്ധാന്തം വെറുമൊരു ശാസ്ത്രീയ ആശയമല്ല, പ്രപഞ്ചവുമായുള്ള നമ്മുടെ പങ്കുവെച്ച ഉദ്ഭവത്തിന്റെയും പരസ്പര ബന്ധത്തിന്റെയും ഓർമ്മപ്പെടുത്തലാണിത്. ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. ഞങ്ങൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി ഉടൻ തിരിച്ചെത്തും.